മൈലാഞ്ചിയുടെ വർണ്ണങ്ങൾ നിറയുമ്പോൾ മനസ്സിൽ സന്തോഷത്തോടൊപ്പം ആഘോഷവും എത്തുകയാണ്. മൈലാഞ്ചി ചെടി പറിച്ച് അരച്ചു ചേർത്ത് കൈകളിലിട്ടിരുന്ന ആ പഴയ കാലമൊക്കെ മാറി. കാലാനുസൃതമായ മാറ്റങ്ങൾ ഏറെയാണ് മൈലാഞ്ചിക്ക്. ആഘോഷങ്ങളെ വർണ്ണാഭമാക്കുന്ന സ്വർഗത്തിലെ ചെടിയുടെ വിശേഷങ്ങളിലേക്ക്. നോർത്ത് ഇന്ത്യയിലുള്ള അതേ മാതൃകയിൽ ഓർഗാനിക് മെഹന്തി ഉപയോഗിച്ച് കൈകളിൽ മായാജാലം തീർക്കുന്ന കൊച്ചിക്കാരിയായ ഫർസാന എന്ന മെഹന്തി ആർട്ടിസ്റ്റാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. ഓർഗാനിക് മെഹന്തിയുടെ ഗുണങ്ങളും മെഹന്തി എന്ന കലയുടെ വിശാലമായ ലോകത്തെ ചില ഏടുകളും നമുക്ക് ഫർസാനയോട് ചോദിച്ചറിയാം. പണ്ട് കാലത്തുണ്ടായിരുന്ന മെഹന്തിയേക്കാളും ഇപ്പോൾ സുപരിചിതമാണ് ഓർഗാനിക് മെഹന്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർഗാനിക് മെഹന്തിയുടെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് പറയുന്നത്? പണ്ട് കാലങ്ങളിൽ ഈജിപ്തിലാണ് കൂടുതലും മെഹന്തി യൂസ് ചെയ്തിരുന്നത്. ടെമ്പററി ബോഡി ആർട്ടായിട്ടാണ് അവർ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഈജിപ്തിൽ മാത്രമല്ല, ഇപ്പോൾ ഗൾഫ് കൺട്രീസ്, ഇന്ത്യ, ഓസ്ട്രേലിയ, അങ്ങനെ എല്ലാ രാജ്യങ്ങളിലേക്കും ഇപ്പോൾ മെഹന്തി വളർന്നിട്ടുണ്ട്, സ്പ്രെഡായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള നോളജ് ഇപ്പോൾ ഒത്തിരി എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നോർത്ത് ഇന്ത്യയിലാണ് ഇത് കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്നത്. കാരണം വെഡ്ഡിങ്സിനും, പിന്നെ വെഡ്ഡിങ്സ് മാത്രമല്ല, നോർത്ത് ഇന്ത്യൻസ് ഇതൊരു ശകുൻ എന്നാണ് അവർ പറയുന്നത്. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അതിന് മെഹന്തിക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതൊരു ശകുൻ എന്നാണ് അവർ പറയുന്നത്. പിന്നെ നോർത്ത് ഇന്ത്യന്ന് പതുക്കെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും എല്ലാ സ്റ്റേറ്റ്സിലും ഇപ്പോൾ ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഫർസാന ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചേർന്നത്? അതൊരു ഭയങ്കര ഒരു ലോങ് സ്റ്റോറിയാണ്, ഷോർട്ടാക്കി പറയാം. കുഞ്ഞില് എനിക്ക് മെഹന്തിയോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. എൻ്റെ ചെറുതില് മൈലാഞ്ചി അരച്ച് നമ്മുടെ ആ ഒരു പഴയ ആ ഒരു രീതിയില്ലേ, ഇല കൊണ്ട് ഇല പൊട്ടിച്ചിട്ട് അത് അരച്ചാണ് എൻ്റെ കയ്യിൽ ഇട്ട് തന്നിരുന്നത്. അപ്പൊ എൻ്റെ ഇത്താത്തമാരാണ് എനിക്കത് ചെയ്തു തന്നിരുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടെ മുതിർന്നപ്പോഴാണ് പിന്നെ കോൺ ഇറങ്ങിയത്. അപ്പൊ കോൺ വെച്ച് ഈ ഡിസൈൻ ചെയ്യുന്നത് ഞാൻ എപ്പോഴും കാണുമായിരുന്നു. കാരണം ഇത്താത്തമാര് തന്നെ അത് ചെയ്യുന്നത് ഞാൻ കാണുമായിരുന്നു. അതും അവരെൻ്റെ കയ്യിലാണ് ഇട്ട് തരാറുണ്ടായിരുന്നത്. പിന്നെ പതുക്കെ ചെറിയ ക്ലാസ്സിലായിരുന്നപ്പോൾ തന്നെ, ഒരു 6th സ്റ്റാൻഡേർഡ് ആ ടൈം ആയപ്പോഴത്തേനും ഞാനും എൻ്റെ സ്വന്തം കയ്യിൽ ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഞാനത് ട്രൈ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ആ ഡിസൈൻ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഒരു മാംഗോ ഷേപ്പ് ഡിസൈനാണ് ഞാൻ വരച്ചത്. ആ ഷേപ്പ് ഞാൻ പെരുന്നാരാവിനാണ് ഞാൻ ഫസ്റ്റ് അത് കയ്യിൽ വരച്ചത്. അത് വരച്ചിട്ട് എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. നല്ല ഡിസൈനാണ്, നല്ല ഭംഗിയുണ്ടെന്ന് അങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഒരു മോട്ടിവേഷനായി. പിന്നെ എനിക്ക് ടൈം കിട്ടുമ്പോൾ പിന്നെ അതെനിക്കൊരു ഹോബിയായി. വീണ്ടും വരക്കണം എന്നുള്ളൊരു ഹോബിയായി. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ലെഫ്റ്റ് ഹാൻഡിൽ അത് മാഞ്ഞു തീരാനുള്ളൊരു സാവകാശം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ കാലിൻ്റെ അടിയിൽ വരക്കുമായിരുന്നു. എൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ അടിയിലാണ് ഞാൻ കൂടുതലും വരച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഡിസൈൻസ് എല്ലാവരും കാണുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ് പിന്നെ അതെനിക്കൊരു പാഷനായി മാറി. ഫുൾ ടൈം അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോഴും മെഹന്തി വരക്കണം, പുതിയ ഡിസൈൻ ട്രൈ ചെയ്യണം, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. എനിക്ക് സ്റ്റഡീസിനേലും കൂടുതൽ ഇൻട്രസ്റ്റ് പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ എന്താണ് പറയുക, എല്ലാവരും സ്റ്റഡീസിലായിരിക്കുമല്ലോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പക്ഷെ എനിക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ മെഹന്തി ഈ ഒരു ആർട്ടിനോടായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. ആ ഒരു പാഷൻ കാരണം അങ്ങനെ മുന്നോട്ട് വന്നതാണ്. ഞാൻ 10th പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ബ്രൈഡൽ ചെയ്തത്. എൻ്റെ ഒരു നെയ്ബറായിരുന്നു. അപ്പം നെയ്ബറിനാണ് ഞാൻ ഫസ്റ്റ് ബ്രൈഡൽ ചെയ്തത്. ആ ബ്രൈഡൽ ചെയ്തപ്പോഴും എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ അങ്ങനെ നെയ്ബേഴ്സ്, ഫ്രണ്ട്സ്, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 15 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെഹന്തി തന്നെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് വന്നായിരുന്നു. ഞാൻ B.Ed പഠിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ B.Ed പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ടീച്ചിങ്ങിൽ പോയി, ടീച്ചറായിട്ട് ജോലി ചെയ്ത്
അപ്പോൾ ആ ഒരു ബ്രേക്ക് ഒഴികെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെയാണ് ചെയ്യുന്നത്. കോണുകളെ കുറിച്ച് പറഞ്ഞേ, ആ കടകളിൽ നിന്നും കിട്ടുന്ന കോണുകളെ ഉം, കുറിച്ച്. ഉം. ആ കോണും ഇപ്പോഴത്തെ ഓർഗാനിക് മെഹന്തിയും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? വ്യത്യാസം ഈ പറഞ്ഞതുപോലെ എൻ്റെ ചെറുതിൽ കൂടുതലും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഈ സ്റ്റോറിൽ കിട്ടുന്ന കോൺസ് ആയിരുന്നു. അത് നമുക്ക് സ്ട്രെയിൻ കൂടുതലാണ്. അതിന്റെ കൺസിസ്റ്റൻസിയും നമ്മുടെ ഈ ഓർഗാനിക് ഹെന്ന യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു കൺസിസ്റ്റൻസിയും രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ഈ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന കോൺസിന് നമ്മൾ കൂടുതൽ സ്ട്രെയിൻ കൊടുക്കണം. പക്ഷെ ഓർഗാനിക് കോൺസ് ആകുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ സ്മൂത്ത് ആണ്. പിന്നെ ഈ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന കോൺസ് ഒത്തിരി ഈ കംപ്ലൈന്റ് ഇപ്പോൾ കേൾക്കാല്ലേ, കെമിക്കൽ യൂസ് ചെയ്യുന്നത് കാരണം അതിന് ഷെൽ ലൈഫ് കൂടുതലാണ്. സ്റ്റോറിൽ വെക്കുന്നത് കാരണം അത് വർഷങ്ങളോളം കേടാവാതിരിക്കാനായിട്ട് അതിൽ കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓർഗാനിക് ഓൺ ആകുമ്പോഴത്തേനും ഒരു മാക്സിമം 2 ദിവസമേ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റുള്ളൂ. പുറത്ത് അത് 2 ദിവസത്തിന് കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ സംഭവം ലീക്കാവും. കോൺസ് ലീക്കായി അത് കേടായി പോകും. അപ്പോൾ ഈ സ്റ്റോറിൽ നമ്മളിങ്ങനെ പുറത്ത് സ്റ്റോർ ചെയ്യുന്നത് പോലെ ഈ ഓർഗാനിക് കോൺസ് നമുക്ക് പുറത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ ഒരു 6 months വരെ നമുക്ക് കേടാവാതെ യൂസ് ചെയ്യാം. എങ്ങനെയാണ് ഈ ഓർഗാനിക് മെഹന്തി ഉണ്ടാക്കുന്നത്? ഓർഗാനിക് മെഹന്തി പൗഡർ ഞാൻ വരുത്തിക്കുന്നതാണ്. രാജസ്ഥാനിൽ നിന്നാണ് ഞാൻ വരുത്തിക്കുന്നത്. ഞാൻ അവിടെ മാനുഫാക്ചററുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ഞാൻ ഇങ്ങോട്ട് ഹോൾസെയിലായിട്ടാണ് മേടിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്: ഓർഗാനിക് ഹെന്ന പൗഡർ, ഷുഗർ, വാട്ടർ, എസെൻഷ്യൽ ഓയിൽ. എസെൻഷ്യൽ ഓയിൽ തന്നെ പലതരം ഉണ്ട്. ഇപ്പൊ പൗഡർ തന്നെ പല ക്വാളിറ്റി ഉണ്ട്. അപ്പൊ അതിൽ ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കൃത്യമായ ഒരു അളവ് പറഞ്ഞു തരുമോ? ഉണ്ടാക്കുന്ന ഞാൻ യൂസ് ചെയ്യുന്നത് ട്രിപ്പിൾ ഫിൽറ്റർ പൗഡർ ആണ്. ഡബിൾ ഫിൽറ്റർ അവൈലബിൾ ആണ്, ട്രിപ്പിൾ ഫിൽറ്റർ അവൈലബിൾ ആണ്, 5 ഫിൽറ്റർ, അങ്ങനെ പല ഫിൽറ്റർ അവൈലബിൾ ആണ്. 100 gram പൗഡറിന് യൂസ് ചെയ്യുന്നത് 40 gram ഷുഗർ ആഡ് ചെയ്യും, പിന്നെ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യും. 100 ഗ്രാമിന് 30 ml എസെൻഷ്യൽ ഓയിലും ആവശ്യത്തിനുള്ള വാട്ടറും. ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വാട്ടറിന് പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് കട്ടൻ ചായ കടുപ്പത്തിൽ കാച്ചിയിട്ട് അതിൽ കറയാമ്പൂ ഇല്ലേ, കറയാമ്പൂ നല്ലപോലെ തിളപ്പിക്കും. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം കട്ടൻ ചായ അരിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യും. അതൊരു ഓപ്ഷൻ ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ നല്ല ക്വാളിറ്റി ചുമപ്പ് കൂട്ടാൻ സഹായിക്കുന്നത്. അതെ അതെ പൗഡർ നല്ല ക്വാളിറ്റി പൗഡർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കട്ടൻ ചായ തിളപ്പിച്ച് അത്രയും എക്സ്റ്റെൻഡ് ചെയ്തുള്ള പ്രൊസീജിയറിലേക്ക് പോകണം എന്നില്ല. ജസ്റ്റ് വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതിയാവും. നോർമൽ വാട്ടറില്ലേ, അത് മാത്രം ആഡ് ചെയ്താൽ മതി. മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മാഷ് പൊട്ടറ്റോ ആ ഒരു കൺസിസ്റ്റൻസില്ലേ അതുപോലെ ആയിരിക്കും. ഡൈ റിലീസിന് വെക്കുക. ഒരു ഓവർനൈറ്റ് ഒരു 8 മിനിമം ഒരു 8 hours ആണ് ഞാൻ പറയാറ്. 8 hours എങ്കിലും ഡൈ റിലീസിന് വെച്ചിട്ട് നമുക്ക് പിന്നെ അത് കോണാക്കി എടുക്കാം, ഉപയോഗിക്കാം. മൈലാഞ്ചി ഇടുന്നതിന് മുൻപും പിന്നുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മൈലാഞ്ചി ഇടുന്നതിന് മുന്നേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ബ്രൈഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ പെഡിക്യൂർ, മാനിക്യൂർ, അങ്ങനെ പാർലർ അപ്പോയിന്റ്മെന്റ്സ് ഇല്ലേ, ബോഡി പോളിഷിങ്, ഇപ്പൊ അങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ, നെയിൽ ആർട്ട്, അങ്ങനെയുള്ളതെല്ലാം മെഹന്തി ഇടുന്നതിന് ഒരു 24 hours, മിനിമം 24 hours മുന്നേ ഇങ്ങനെയുള്ള പാർലർ അപ്പോയിന്റ്മെന്റ്സ് എല്ലാം തീർത്ത് വെക്കുക. വാക്സിങ് ഒക്കെ ചെയ്യാനുണ്ടാവുമല്ലോ. എപ്പോഴും മെഹന്തി ഇടുമ്പോൾ വാക്സ് ചെയ്യണം, നിർബന്ധമായിട്ടും വാക്സിങ് ചെയ്തിരിക്കണം. കാരണം വാക്സിങ് ചെയ്യുമ്പോഴത്തേനും ഹെയർ റിമൂവൽ മാത്രമല്ല, നമ്മുടെ ഡെഡ് സ്കിൻ കൂടെ പീലായി പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ മെഹന്തി സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മെഹന്തി ഇടുന്നതിന് മുന്നേ കൈ നല്ലപോലെ വാഷ് ചെയ്യുക. ക്രീം, മോയ്സ്ചറൈസർ അങ്ങനെയുള്ളതൊന്നും സ്കിന്നിൽ പാടില്ല. ഓയില് അങ്ങനെയുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മെഹന്തി കളറ് നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങാനായിട്ട് അതൊരു എന്താ പറയാ തടസ്സമാണ്, ഹിൻഡ്രൻസ് ആണ്. അപ്പൊ അത് കാരണം നല്ലപോലെ വാഷ് ചെയ്തിട്ട്. മൈലാഞ്ചിയുടെ ചുമപ്പ് എത്ര നാള് ലാസ്റ്റ് ചെയ്യും? നമുക്ക് 1 week വരെയൊക്കെ നല്ലോണം ലാസ്റ്റ് ചെയ്യും. നമ്മൾ നന്നായിട്ട് ആഫ്റ്റർ കെയർ ചെയ്താൽ, എൻ്റെ അടുത്ത് ചില ബ്രൈഡ്സ് പറഞ്ഞിട്ടുണ്ട് 1 month വരെ അവരെ കയ്യിൽ അത് ലാസ്റ്റ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ഫെയ്ഡ് ആയിട്ടുണ്ടാവും എന്നാലും മെഹന്തിയുടെ സ്റ്റെയിനിന്റെ ട്രേസസ് ഒരു 1 month വരെ ലാസ്റ്റ് ചെയ്തവര് പറഞ്ഞിട്ടുണ്ട്. ബ്രൈഡ്സിന് സംശയം ഉണ്ടാകുന്നത് എത്ര ദിവസം നീണ്ടു നിൽക്കും? അപ്പൊ എത്ര ദിവസം മുമ്പായിരിക്കാം നമ്മൾ ഇടേണ്ടത്? മെഹന്തി എപ്പോഴും 2 days മുന്നേ, അതായത് ഈവെന്റിന് 2 days മുന്നേ എപ്പോഴും മെഹന്തി ഇടുക.
കാരണം ഇപ്പോൾ നമ്മൾ ഓർഗാനിക് എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഓർഗാനിക് എണ്ണ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കെമിക്കൽ കോണാവുമ്പോൾ അത് ഇട്ടിട്ട് വാഷ് ചെയ്താൽ സ്റ്റെയിൻ വരും. പക്ഷേ ഓർഗാനിക് എണ്ണ അങ്ങനെയല്ല, നമ്മളത് ഇട്ടിട്ട് ആഫ്റ്റർ കെയർ ചെയ്യണം. അത് കയ്യിൽ വെച്ചോണ്ടിരിക്കണം. ആഫ്റ്റർ കെയർ നല്ലപോലെ ആഫ്റ്റർ കെയർ ചെയ്താൽ നല്ലോണം സ്റ്റെയിൻ വരും. വാഷ് ചെയ്യാൻ ഇത് ഒരു ഇപ്പോൾ യൂഷ്വലി സൺഡേ ആണല്ലോ വെഡ്ഡിങ്സ് നടക്കുന്നത്. അപ്പോൾ ഫ്രൈഡേ മെഹന്തി ഇട്ട് കഴിഞ്ഞാൽ സ്ക്രേപ്പ് ചെയ്തതിന് ശേഷം ഒരു 24 hours എന്തായാലും എടുക്കും മെഹന്തിയുടെ സ്റ്റെയിൻ മെച്യൂർ ആവാനായിട്ട്. നമ്മളത് പീൽ ചെയ്യുമ്പോഴത്തേനും ഒരു പംകിൻ ഓറഞ്ച് കളറായിരിക്കും. പിന്നെ അത് പതുക്കെ പതുക്കെ അതിൻ്റെ ആ ഒരു സ്റ്റെയിൻ മെച്യൂറായി വരുന്നത് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 24 hours എന്തായാലും വേണം. അപ്പോൾ സൺഡേ ആണ് വെഡ്ഡിങ് എന്നുണ്ടെങ്കിൽ ഫ്രൈഡേ മെഹന്തി ഇടുക. സാറ്റർഡേ ഒരു നൈറ്റ് ആകുമ്പോഴത്തേനും നല്ല ഡാർക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ അന്ന് നല്ല ഫ്രഷ് സ്റ്റെയിൻ ആയിരിക്കും. ഏതൊക്കെ തരത്തിലുള്ള ഡിസൈൻസ് ആണ് ബ്രൈഡ്സ് ആയാലും മറ്റ് ഇപ്പൊ നമ്മൾ പെരുന്നാളിനായാൽ പോലും ഏതൊക്കെ തരത്തിലുള്ള ഡിസൈനുകളാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്? ഡിസൈൻസ് ഒരുപാടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഡിസൈൻ, അറബിക് ഡിസൈൻ, രാജസ്ഥാനി ഡിസൈൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോ ഒരുപാട് സ്റ്റൈൽസ് ഇറങ്ങിയിട്ടുണ്ട്. അത് എന്താ പറയാ, ഇപ്പൊ മൊറോക്കൻ ഡിസൈൻ, നമ്മൾ ഇത്രയും നാളും ഇന്ത്യൻ അറബിക് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് മൊറോക്കൻ ഡിസൈൻ. അതിൽ കൂടുതലും ഈ ജിയോമെട്രിക് ഷേപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻഡോ അറബിക്, ഖലീജി ഡിസൈൻ എന്ന് പറയുമ്പോൾ കൂടുതലും ഓപ്പൺ സ്പേസസ് ആയിരിക്കും, ഫ്ലവേഴ്സ് ആയിരിക്കും അതിൽ കൂടുതൽ. ഈ ഓർഗാനിക് മെഹന്തി അല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള മെഹന്തികളുണ്ടോ? പിന്നെ ഉള്ളത് ജാഗ്വ ഹെന്ന ഉണ്ട്. ജാഗ്വ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഒരു മരത്തിൽ നിന്നാണ് ഇത് ജെൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ജെല്ല് നമ്മൾ പൗഡറിൽ മിക്സ് ചെയ്താണ് അത് കോണാക്കി യൂസ് ചെയ്യുന്നത്. ജാഗ്വ കൂടുതലും നമ്മൾ ഹെന്ന ഇടുമ്പോൾ ഇങ്ങനെ പ്രോപ്പർ ഫുൾ ഡിസൈൻ ആയിട്ടല്ലേ ഇടുന്നത്. കൂടുതലും ജാഗ്വ യൂസ് ചെയ്യുന്നത് ടാറ്റു പേർപ്പസിനാണ്. അതും ഇതുപോലെ പെർമനന്റ് അല്ല, ടെമ്പററി ആണ്, ഫെയ്ഡ് ആയിട്ടേ പോവുള്ളൂ. അപ്പോൾ ജാഗ്വ മിക്കവർക്കും അലർജി ആവാറുണ്ട്. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് അലർജി എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ബംസ് അങ്ങനെ ഈ പ്രോപ്പർ അലർജി എന്ന് പറയുന്നില്ല, അങ്ങനെയല്ല. അത് ആ സ്റ്റെയിനിൽ വരുന്നൊരു വ്യത്യാസമായിട്ടാണ് അലർജിക്ക് റിയാക്ഷൻ കാണിക്കുന്നത്. ജാഗ്വ കൂടുതലും ടാറ്റു പേർപ്പസിനാണ്. കാരണം അതിൻ്റെ കളറ് നമ്മൾ ജാഗ്വ ഇട്ടതിന് ശേഷം നമ്മളത് റബ്ബ് ചെയ്യുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല, പ്ലെയിൻ നമ്മുടെ സ്കിന്ന് തന്നെ ഇരിക്കും. നമ്മളിപ്പോൾ മൈലാഞ്ചി വെച്ച് വരച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ്, ഒരു ഓറഞ്ച് ഷെയ്ഡ് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. പക്ഷെ ജാഗ്വ നമ്മളത് റബ്ബ് ചെയ്യുമ്പോഴത്തേനും ഒന്നും ഉണ്ടാവില്ല, നമ്മുടെ സ്കിന്ന് തന്നെ ഇരിക്കും. പക്ഷെ അത് നെക്സ്റ്റ് ഡേ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്താണോ വരച്ചേക്കുന്നത് അത് ഫസ്റ്റ് ഒരു ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ ആയിരിക്കും. പിന്നെ അത് ഡെവലപ്പ് ആയിട്ടൊരു ബ്ലാക്ക് കളർ ആയിരിക്കും അതിന്റെ സ്റ്റെയിൻ. ജാഗ്വ നമ്മുടെ ഈ ഹെന്ന പോലെ തന്നെ ഏത് ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം. ആകെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഒരേ രീതിയിൽ അത് സ്കിന്ന് ആക്സെപ്റ്റ് ചെയ്തെന്ന് വരില്ല. അത് പിന്നെ ജാഗ്വ അല്ലാതെ പിന്നെ യൂസ് ചെയ്യാൻ പറ്റിയത് ഹെന്നയല്ല. അത് ഹെന്നാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കൂടുതലും ഈ പാർട്ടീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയത് അങ്ങനെ ഒരു ഓപ്ഷനാണ് അക്രിലിക് വെച്ചിട്ട്. കൂടുതലും വൈറ്റ്, ഗോൾഡൻ, അങ്ങനെ കുറച്ച് മെറ്റാലിക് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യാറ്. ഈ അക്രിലിക് പെയിന്റ് ഉണ്ടല്ലോ, അത് നമ്മൾ കോണിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് വേറൊന്നും ആഡ് ചെയ്യണ്ട. ഈ വൈറ്റ് തന്നെ യൂസ് ചെയ്യുമ്പോഴാണ് അതിൽ വേറെ കുറച്ച് പ്രൊസീജിയർ ഉള്ളത്. അല്ലാതെ ഗോൾഡൻ ആവുമ്പോഴത്തേനും പ്രോപ്പർ നമുക്ക് ആ ട്യൂബ് കോണിലേക്ക് ഫില്ല് ചെയ്ത് യൂസ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഇത് ശഗുൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതായത് അവരെന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഇത് മെഹന്തി അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലും മൈലാഞ്ചി ഇടുന്നത് സുന്നത്താണെന്ന് പറയും. അപ്പോൾ വെഡ്ഡിങ്സിനും ഇതുപോലെ തന്നെ പെരുന്നാളിനും എല്ലാവരും കൂടെ ഒത്തുചേർന്ന് കൈകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് അതൊരു ഹാപ്പിനെസ്, അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം. അത് മാത്രമല്ല, മെഹന്തിക്ക് വേറൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അതൊരു കൂളിംഗ് എഫക്റ്റ് ആണ് തരുന്നത്.
വേറൊരു മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടു മൂന്ന് കാര്യങ്ങൾ നോർത്ത് ഇന്ത്യൻസ് പറയാറുണ്ട്. മെഹന്തിയുടെ സ്റ്റെയിൻ കൂടുമ്പോൾ ഹസ്ബൻഡിന്റെ ലവ് നമുക്ക് അതനുസരിച്ച് മെഷർ ചെയ്യാം. അതായത് സ്റ്റെയിൻ കുറവാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് സ്നേഹം കുറവാണ്, നല്ല സ്റ്റെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഹസ്ബൻഡിന് ഭയങ്കര സ്നേഹം കൂടുതലാണ്. പിന്നെ മദർ ഇൻ ലോയുടെ ആ ഒരു എഫെക്ഷൻ അങ്ങനെയൊക്കെ അവർ പറയാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈഡ്സ് വെഡിങ് ടൈമിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ മെഹന്തി അപ്ലൈ ചെയ്യുമ്പോഴത്തേനും മെഹന്തിക്ക് ആ ഒരു കൂളിംഗ് എഫക്റ്റ് ഉള്ളത് കാരണം നമ്മുടെ ബോഡിയുടെ സ്ട്രെസ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും മെഹന്തി. മറ്റ് കൈകളിലല്ലാണ്ട് നമുക്ക് ഈ മെഹന്തി വേറെ ഏതെങ്കിലും തരത്തില് ഉപയോഗിക്കാൻ പറ്റും? കൈകളിലല്ലാതെ പിന്നെ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുമല്ല. ഹെയറിൽ കളർ കൊടുക്കാനായിട്ട് മെഹന്തി യൂസ് ചെയ്യും. ഹെന്ന പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ക്വാളിറ്റി വേറെയാണ്. അതിന് നമ്മുടെ മിക്സിംഗ് പ്രൊസീജിയറും വേറെയാണ്. മുടിയിൽ യൂസ് ചെയ്യുന്ന പ്രൊസീജിയറും ഹെന്ന കോണിന്റെയും മിക്സിങ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഫാമിലി സപ്പോർട്ട് ഇത്തരത്തില് ചെയ്യാനുള്ള ഫാമിലി സപ്പോർട്ട് ഫാമിലി സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. കാരണം എനിക്ക് 3 പിള്ളേരുണ്ട്, ചെറിയ പിള്ളേരാണ്. അപ്പോൾ എൻ്റെ ഫാമിലി പിള്ളേരെ നോക്കുന്നതും അവരെ ടേക്ക് കെയർ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും മുന്നോട്ട് എത്താൻ പറ്റിയതും. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ BEd പഠിച്ചതാണ്. BEd കഴിഞ്ഞിട്ട് ഞാൻ 2 years ഞാൻ ടീച്ചിങ്ങിന് പോയിരുന്നു. കൊച്ചിയിൽ തന്നെ പള്ളുരുത്തിയിൽ ഒരു സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പോയത്. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തതാണ്. അപ്പോൾ റിസൈൻ ചെയ്ത ടൈമിൽ സത്യം പറഞ്ഞാൽ എൻ്റെ പേരൻസിന് ഭയങ്കര ഒരു വിഷമമായിരുന്നു. ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ഡിവൈൻ പ്രൊഫഷൻ ഞാൻ റിസൈൻ ചെയ്ത് മെഹന്തി പ്രൊഫഷൻ ചൂസ് ചെയ്തപ്പോൾ പേരൻസിന് ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ ഈ പ്രൊഫഷൻ കൊണ്ട് മുന്നേറുന്നത് കാണുമ്പോൾ ഈവൻ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഇൻലോസ്, എൻ്റെ പേരൻസ്, എൻ്റെ ഫാമിലി ഭയങ്കര ഹാപ്പിയാണ്. അവരിപ്പോ ഭയങ്കര പ്രൗഡായിട്ടാണ് പറയുന്നത് എൻ്റെ മകളൊരു ഹെന്ന ആർട്ടിസ്റ്റ് ആണ്, എൻ്റെ വൈഫ് ഒരു ഹെന്ന ആർട്ടിസ്റ്റ് ആണ്, പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണെന്ന് അവരത്രയും പ്രൗഡായിട്ടാണ് പറയുന്നത്. ഇതുപോലെ ഇപ്പൊ ഇക്ക പറഞ്ഞ 3 മക്കളുണ്ട്, എന്നിട്ട് ഇവിടം വരെ ഈ ഒരു പാഷൻ കൊണ്ട് ഇവിടം വരെ എത്തി. അതുപോലെ തന്നെ മറ്റുള്ളവരും ഇതേപോലെ ഈ പാഷനുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവര് ഇതേപോലെ പിള്ളേരായതുകൊണ്ട് വീട്ടിലൊതുങ്ങിക്കൂടി ഇരിക്കുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടി കൊടുക്കാവുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് മെഹന്തി നമുക്കിപ്പോ പെട്ടെന്ന് നമുക്ക് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. എന്താണെങ്കിലും അതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും മെഹന്തി വരയ്ക്കാൻ അറിയാം. പക്ഷെ അതിന്റെ ഒരു പെർഫെക്ഷൻ കുറവ് കാരണമാണ് അവർക്ക് അതൊരു പ്രൊഫഷൻ ആക്കാൻ പറ്റാത്തത്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക. വീട്ടിലിരുന്ന് കിട്ടുന്ന ടൈം നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് അതൊരു പെർഫെക്ഷൻ ലെവലിൽ എത്തിയതിന് ശേഷം മാത്രം ഇതൊരു പ്രൊഫഷനായിട്ട് മാറ്റുക. നമ്മളിപ്പോ ഹോം സർവീസ് ആയിട്ട് ചെയ്തില്ലെങ്കിലും ഇപ്പൊ ചിലവര് നമ്മുടെ വീടുകളിലേക്ക് വരാൻ വില്ലിങ് ആയിട്ടുള്ളവരുണ്ടാവും. അപ്പൊ ഞാൻ എല്ലാ ബ്രൈഡ്സിനും ഞാൻ അവരുടെ വീടുകളിൽ പോയിട്ടല്ല ചെയ്യുന്നത്. ചിലവർ പറയും എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറയുന്നവരുണ്ട്. ഞാൻ അവരോട് പറയും വന്നോളൂ എന്ന് പറയും. അങ്ങനെ ആ ചില ബ്രൈഡ്സ് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈദ് ഹെന്ന അപ്പോയിന്റ്മെന്റ്സ് ഹോം സർവീസ് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അല്ലാതെ ഉള്ളവര് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടും മെഹന്തി ഇട്ടിട്ട് പോവാറുണ്ട്. ഈ ഹെന്ന അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഹെന്ന അപ്പോയിന്റ്മെന്റ്സ് എടുക്കുമ്പോഴത്തേനും ഫസ്റ്റ് എപ്പോഴാ ഈവന്റ് ഡേറ്റ്, വെഡിങ് എപ്പോഴാണ്, മെഹന്തി ഇടാൻ പ്ലാൻ ചെയ്യുന്നത് എപ്പോഴാണ്. ചിലവരിപ്പോ വെഡിങ് ഒരു 20th ആണെങ്കിൽ പക്ഷെ ഹെന്ന അപ്പോയിന്റ്മെന്റ് ചോദിക്കുന്നത് ഒരു 15th 16th ആ ഡേറ്റ് ഒക്കെ ആയിരിക്കും. അപ്പൊ അത്രയും ഗ്യാപ്പ് വന്നു. അത്രയും ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈലാഞ്ചി മങ്ങി തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ടാവും വെഡിങ്ങിന്റെ. കാരണം ഒരു 4-5 ദിവസം ആകുമ്പോഴത്തേനും മെഹന്തി ഒബ്വിയസ്ലി മങ്ങി ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വെഡിങ്ങിന് 2 ദിവസം മുന്നേ മെഹന്തി ഇടുക. പിന്നെ ഹൽദി അങ്ങനെയുള്ള ഈവൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഈവന്റും ഇല്ലാത്ത ദിവസം മെഹന്തി ഇടാനിരിക്കുക. അതായത് ചിലവര് രാവിലെ മെഹന്തി ഇടുക, വൈകിട്ട് ഹൽദി, അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ബ്രൈഡും ടയേർഡ് ആവേണ്. പിന്നെ നമുക്കൊരു ടൈം ഗ്യാപ്പ് കിട്ടില്ല ഒന്നിനും. ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. അത് ഈവൺ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും ഈ ഹൽദി ഇപ്പോൾ 5 o'clock ഹൽദി എന്നുണ്ടെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് 2 o'clock വരും. അപ്പോൾ എങ്ങനെ വന്നാലും ഒരു 12 o'clock ആകുമ്പോഴത്തേനും നമ്മൾ മെഹന്തി ഇട്ട് തീരണം. അപ്പൊ അതൊരു ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. അത് ബ്രൈഡിനാണെങ്കിലും ഹെന്ന ആർട്ടിസ്റ്റിനാണെങ്കിലും നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്ത ടൈമിനുള്ളിൽ തീർക്കണം. ആ ഒരു സ്ട്രെസ് ഉണ്ടാവുമല്ലോ.
അപ്പം എപ്പോഴും ടൈമും ഡേറ്റും കറക്റ്റ് ചെയ്യുക, അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എപ്പോഴും കോസ്റ്റ് പ്രൈസിങ്, അവരുടെ ബഡ്ജറ്റ് എങ്ങനെയാണ്, പിന്നെ അവർ ഉദ്ദേശിക്കുന്ന ഡിസൈൻ എങ്ങനെയാണ്. ഒരു 1000 റുപ്പീസിന്റെ ഡിസൈനാണ് അവർ ഉദ്ദേശിക്കുന്നത്, 1000 റുപ്പീസ് സ്പെൻഡ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് കാണിച്ചു തരുന്ന പാറ്റേൺ ചിലപ്പോൾ ഒരു 3000 4000ന്റെ പാറ്റേൺ ആയിരിക്കും കാണിച്ചു തരുന്നത്. അപ്പൊ അതൊക്കെ നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് വേണം അപ്പോയിന്റ്മെന്റ്സിന് എപ്പോഴും പോവാനായിട്ട്. ട്രഡീഷണൽ മെഹന്തി അല്ലാതെ ഇനി പുതിയ തരത്തിൽ നമുക്ക് എന്തൊക്കെ ഡിഫറൻസ് മെഹന്തിയിൽ കൊണ്ടുവരാൻ പറ്റും, ഡിസൈൻസിലായാലും പിന്നെ മറ്റുള്ളവർക്ക് അവർക്കൊരു പ്രചോദനമാകും, അവർക്ക് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിൽ നമുക്ക് കോമ്പറ്റീഷനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഈവെന്റ്സ് കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. ഇപ്പോൾ ഡിസൈനിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, പണ്ട് കാലങ്ങളിൽ നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഒരു പാറ്റേൺ അല്ല ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത്. പണ്ട് സെന്ററിൽ ഇങ്ങനെ ഒരു വട്ടം വെക്കുക, പിന്നെ ഒരു തൊപ്പിയിടുക, ആ ഒരു പാറ്റേൺ ആയിരുന്നു. പിന്നെ എൻ്റെ വെല്ലുമ്മ പറഞ്ഞു കേട്ടിട്ട് ഇങ്ങനെ അവര് ചുണ്ണാമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് പാറ്റേൺസ് വരച്ചിട്ട് കയ്യിൽ മൈലാഞ്ചി പൊത്തും, എന്നിട്ട് അത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കൈ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് വെക്കും. ഉണങ്ങി കഴിയുമ്പോൾ അടർത്തി കളയുമ്പോൾ ആ ചുണ്ണാമ്പിന്റെ ഭാഗത്ത് മാത്രം വൈറ്റ് ആയിരിക്കും, ബാക്കിയുള്ളടത്ത് റെഡ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ നിന്ന് ഇപ്പൊ ഇത്രയും ഡെവലപ്പായി വന്നേക്കുന്നത്. പിന്നെ പണ്ട് ഇങ്ങനെ കൈ നിറഞ്ഞിങ്ങനെ ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ട് ഡിസൈൻ എന്താണെന്ന് മനസ്സിലാവില്ല നമുക്ക്, അങ്ങനെ ഒരു സ്റ്റൈലിംഗ് ഉണ്ടായിരുന്ന ടൈമും ഉണ്ട്. ഇപ്പൊ അതല്ല, ഇപ്പൊ എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത് കുറച്ച് സ്കിൻ കാണണം, സ്കിൻ കാണുമ്പോഴത്തേനും ആ ഡിസൈൻ ഒന്നുകൂടെ എടുത്തറിയും. അപ്പൊ കുറച്ചുകൂടെ ഓപ്പൺ സ്പേസിംഗ് ഉള്ള ഡിസൈൻസ് ആണ് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത്, ഭയങ്കര ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടുള്ളതല്ല. പിന്നെ ഇപ്പൊ ഡിസൈൻസിൽ ഇപ്പോ എലിഫൻസ്, പീകോക്ക്, ദുൽഹ ദുൽഹൻ, അങ്ങനെ ഒത്തിരി പാറ്റേൺസ് ഒക്കെ വരുന്നുണ്ട്. അത് തന്നെ ഇപ്പോ ഒരു സ്റ്റോറി പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എവിടെയാ മീറ്റ് ചെയ്തത്, അപ്പൊ ആ ഒരു ലൊക്കേഷൻ, പിന്നെ എന്താ അവരുടെ ലോഗോ, വെഡിങ്ങിന്റെ ഒരു മോണോഗ്രാം ഉണ്ടാവുമല്ലോ, ആ ലോഗോ, ഡേറ്റ്സ്, വെഡിങ്ങിന്റെ ഡേറ്റ്സ്, #, അങ്ങനെ ഇപ്പൊ ഒത്തിരി 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 വെറൈറ്റീസ് ഇപ്പൊ വന്നിട്ടുണ്ട്. ഈവെന്റ്സ് കണ്ടക്ട് ചെയ്യുന്നവർ എന്നെ വിളിക്കും, ഞാൻ യൂഷ്വലി ജഡ്ജായിട്ടാണ് പോകാറ്. ഇപ്പൊ ഒരു 6 years ആയിട്ട് ലുലു മാളില് മെഹന്തി കോമ്പറ്റീഷൻസ് അവർ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേനും എല്ലാ വർഷവും അവിടെ ജഡ്ജായിട്ട് പോകാറുണ്ട്. പിന്നെ അല്ലാതെയുള്ള ഈവെന്റ്സ് നടത്തുമ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യും, ജഡ്ജായിട്ട് ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പോവാറുണ്ട്. പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്കല്ലാതെ തന്നെ വീട്ടില് മൈലാഞ്ചി കൈകളെ എപ്പോഴും ഇട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ടിപ്സ്? മൈലാഞ്ചി ഇടാൻ ഞാനും പണ്ടൊരു ബിഗിനർ ആയിരുന്നു. എല്ലാവരും ഫസ്റ്റ് തന്നെ ഒരു എന്താ പറയാ പ്രൊഫഷണൽ ലെവലിലേക്ക് എത്തുന്നവരല്ല, ഞാനും പണ്ട് ബിഗിനർ ആയിരുന്നു. ബിഗിനർ ലെവലിൽ ഇടുന്ന, ഇപ്പൊ ബിഗിനർ ലെവലിൽ ഇടുന്നവർ എങ്ങനെയാണോ ആ ഒരു ലെവലിൽ തന്നെയാണ് ഞാനും പണ്ട് ഇട്ടിരുന്നത്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്ത് അത് നമ്മളെ ഒരു പെർഫെക്ഷനിലേക്ക് എത്തിച്ചെടുക്കുന്നതാണ്. അപ്പോ പിന്നെ ഹെന്ന കോൺസ് എപ്പോഴും സ്റ്റോറിന്ന് മേടിക്കാതെ ഓർഗാനിക് ഹെന്ന കോൺസ് പ്രിഫർ ചെയ്യുക. സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്ന ഹെന്ന കോൺസും നമ്മുടെ ഓർഗാനിക് ഹെന്ന കോൺസിന്റെയും കൺസിസ്റ്റൻസി ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പോൾ നമ്മൾ പ്രഷർ കൊടുക്കുന്നതും അതിൻ്റെ ആ ഒരു വരുന്ന ഒരു ഫ്ലോവും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പോൾ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നവര് എപ്പോഴും ഓർഗാനിക് ഹെന്ന കോൺസ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ മൈലാഞ്ചി വാങ്ങിക്കാനായിട്ട് അതിന്റെ ലഭ്യത എങ്ങനെയാണ്? ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്, ഹെന്ന കോൺസിന്റെ സെയിൽ ഉണ്ട്. ഹെന്ന കോൺസിന്റെ മാത്രമല്ല, ഹെന്ന പ്രോഡക്ട്സ് എല്ലാം സെയിൽ ചെയ്യുന്നുണ്ട്. പൗഡർ, എസെൻഷ്യൽ ഓയിൽ, പിന്നെ ഈവൻ സെല്ലോ ടേപ്പ് വരെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ഹെന്ന കോൺസ് സെയിൽ ചെയ്യുന്നുണ്ട്. അത് പേസ്റ്റ് ആയിട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ പേസ്റ്റ് മാത്രമായിട്ട് കൊടുക്കും. കോണായിട്ട് വേണം, കോൺസ് തന്നെ ഞാൻ നോർമൽ കോൺസും കൊടുക്കുന്നുണ്ട്, ബ്രൈഡൽ കോൺസും കൊടുക്കുന്നുണ്ട്. നോർമൽ കോൺസ് നമ്മുടെ നോർമൽ പർപ്പസിന് യൂസ് ചെയ്യാം. ബ്രൈഡൽ കോൺസ് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ അതിൽ യൂസ് ചെയ്യുന്നതെല്ലാം പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ ഐറ്റംസ് ആണ് ബ്രൈഡൽ കോൺസിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കോസ്റ്റും വ്യത്യാസമുണ്ട്. നോർമൽ കോണിനും ബ്രൈഡൽ കോണിനും കോസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഇത് ഓർഡർ പ്ലേസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ദൂരെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഞാനത് കൊറിയർ ചെയ്ത് കൊടുക്കും, അല്ലാതെ വീട്ടിൽ വന്ന് മേടിക്കുന്നവരുണ്ട്. പലതരം ഷീറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്, അത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്? ഹെന്ന മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ചുമ്മാ മിക്സ് ചെയ്തുകൊണ്ടായില്ലല്ലോ, പിന്നെ നമ്മളത് കോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ അത് കോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേനും അതിന് യൂസ് ചെയ്യുന്നത്
ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിന് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിനെ പറയുന്നത്, ആ ഷീറ്റിനെ പറയുന്നത് സെല്ലോഫെയിൻ ഷീറ്റ് എന്നാണ്. ആ സെല്ലോഫെയിൻ ഷീറ്റ് മേടിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. മാർക്കറ്റിൽ ഒരുപാട് സെല്ലോഫെയിൻ ഷീറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെ മൈക്രോൺ ശ്രദ്ധിക്കണം. 25 to 30 മൈക്രോൺസ്, ആ 25 to 30 ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഷീറ്റ്സ് വേണം നമ്മൾ. അത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അതിന്റെ കട്ടി മനസ്സിലാവും. ഭയങ്കര നേരത്തെ ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്കത് തൊട്ട് നോക്കുമ്പോൾ എനിക്കിപ്പോ അത് മനസ്സിലായി. പിന്നെ ഷോപ്സിലുള്ളവരോട് ചോദിച്ചാലും അവർ പറയും എത്ര മൈക്രോണിന്റെ ഷീറ്റാണ്. 40 മൈക്രോൺസിന്റെ ഷീറ്റ് വരെ അവൈലബിൾ ആണ്, 40 വരെ, അതിലും കൂടുതലുള്ളതുണ്ട്. പക്ഷെ നമുക്ക് മെഹന്തിയുടെ പേർപ്പസിന് 25 to 30 ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള 28 ആണ് ഏറ്റവും ബെസ്റ്റ്, പെർഫെക്റ്റ് 28 ആണ്. അപ്പോൾ പിന്നെ സെലോഫെയിൻ പല കളേഴ്സിൽ, നല്ല നല്ല കളേഴ്സിൽ, നല്ല നല്ല പ്രിന്റ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മളിപ്പോ സെയിൽ ചെയ്യുമ്പോഴത്തേനും മെറ്റാലിക് ഷീറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് അത് നമ്മൾ സ്റ്റിക്കറൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കോൺസ് കാണാനായിട്ട്. അതിൽ യൂസ് ചെയ്യുന്ന, ടിപ്പിൽ യൂസ് ചെയ്യുന്ന പിൻസ് തന്നെ പല സൈസിൽ വരുന്നുണ്ട്. ഭയങ്കര നേരിയ പിന്ന് വരുന്നുണ്ട്, 0.45, 5, 0.5, അങ്ങനെ പല സൈസിലുള്ള പിൻസും വരുന്നുണ്ട്. തിരക്കുകൾക്കിടയിലും മൈലാഞ്ചിയെ കുറിച്ചുള്ള അനുഭവങ്ങളും അറിവുകളും നമ്മുടെ പ്രേക്ഷകർക്കായി പങ്കുവച്ച കൊച്ചിയിലെ പ്രൊഫഷണൽ മെഹന്തി ആർട്ടിസ്റ്റായ ഫർസാന ഇത്തയ്ക്ക് മെട്രോ 7 ന്യൂസിന്റെ ഹൃദ്യമായ നന്ദി. മെഹന്തിയിൽ കൂടുതൽ വ്യത്യസ്തത തീർക്കാനും മെഹന്തിയോടൊപ്പമുള്ള ഈ ജീവിതയാത്ര സമൃദ്ധിയാൽ നിറയാനും ആശംസിക്കുന്നു.